ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഒരു പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കിലോഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലി മുഴുവനോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാൻ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ മുഴുവനായിട്ടുള്ള കുരുമുളകാണെങ്കിലും അങ്ങനെയും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ലേശം വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി അരച്ചെടുത്ത് ഈ മസാല ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രഷർ കുക്കറിലിട്ടിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 7 വിസിലടിച്ചപ്പോഴേക്കും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ലേശം തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ബീഫും ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് തേങ്ങാക്കൊത്ത് പെപ്പർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.